ലക്ഷ്മി വാസമുള്ള ചില വസ്തുക്കളെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീടുകളിലും തങ്ങൾക്കും വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും തന്നെ. എന്നാൽ മഹാലക്ഷ്മി വസിക്കുന്ന ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ പോലും അത് മഹാഭാഗ്യം തന്നെയാണ്. അതിനാൽ തന്നെ ഈ വസ്തുക്കൾ ശരിയായ രീതിയിൽ തന്നെ ഉപയോഗിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവി വീടുകളിൽ വസിക്കുവാനും ഈ വസ്തുക്കൾ വീടുകളിൽ ഉണ്ടാവുന്നത് ഏറ്റവും വിശേഷം തന്നെയാണ്. ആ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ വസ്തു ഉപ്പാണ്. ഉപ്പ് മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വസ്തു തന്നെയാണ്, പ്രത്യേകിച്ചും കല്ലുപ്പ്. അതിനാൽ കല്ലുപ്പ് നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഉപ്പ് താഴെ പോകുവാൻ പാടില്ല എന്നാണ് പറയുക. അതിനാൽ ഉപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശുദ്ധിയോടുകൂടി തന്നെ ഉപ്പ് എപ്പോഴും വീടുകളിൽ, പ്രത്യേകിച്ച് അടുക്കളയിൽ സൂക്ഷിക്കേണ്ടതാണ്. മറ്റൊരു വസ്തു അരിയാണ്. അരി എവിടെയും വീടുകളിലും ഉണ്ടാകുന്ന ഒരു വസ്തു തന്നെയാണ്. എന്നാൽ അരി വീടുകളിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാന കാര്യങ്ങളുണ്ട്. അരി ഒരിക്കലും കുറയുവാൻ പാടില്ല എന്നാണ് പറയാറ്. അതായത് 3/4 ഭാഗത്തിനും താഴെ കുറയുവാൻ പാടില്ല എന്ന് പറയും. അതിനാൽ അരി തീരുന്നതിനു മുന്നേ തന്നെ എപ്പോഴും വീടുകളിൽ നിറച്ചു വയ്ക്കുവാനായി ശ്രദ്ധിക്കണം. വീടുകളിൽ അരി തീർന്നു പോകുന്നത് ദോഷകരം തന്നെയാകുന്നു. കൂടാതെ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നഷ്ടമാകുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണിത്. മറ്റൊരു വസ്തു മഞ്ഞളാണ്. മഞ്ഞളിൻ്റെ പ്രാധാന്യം ഏവർക്കും തന്നെ അറിയാവുന്നതാണ്. ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വസ്തു തന്നെയാണ് മഞ്ഞൾ. മഞ്ഞളിൻ്റെ സ്വർണ്ണ നിറം സമ്പത്തിനെയും സൂര്യപ്രകാശത്തെയും പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ലക്ഷ്മി പൂജകളിൽ മഞ്ഞൾ അർപ്പിക്കുന്നത് കുടുംബത്തിൽ സമൃദ്ധിയും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു വസ്തു നാണയങ്ങൾ അഥവാ നോട്ടുകളാണ്. നോട്ടുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി തന്നെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും വലിയ നോട്ടിനു മുകളിൽ ചെറിയ നോട്ട് എന്ന രീതിയിൽ അടുക്കി വയ്ക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ശുദ്ധിയോടുകൂടി മാത്രമേ നോട്ടുകൾ അഥവാ പണം സൂക്ഷിക്കുവാൻ പാടുള്ളൂ. എപ്പോഴും ചില്ലറകൾ അല്ലെങ്കിൽ നോട്ടുകൾ വീടിൻ്റെ പല ഭാഗത്തും ഇരിക്കുന്നതായി കാണാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും അലക്ഷ്യമായി നോട്ടുകളോ ചില്ലറകളോ സൂക്ഷിക്കുവാൻ പാടില്ല. പണം എപ്പോഴും ഒരേ ഇടത്തു തന്നെ സൂക്ഷിക്കുവാനായി, പ്രത്യേകിച്ചും കന്നിമൂലയിൽ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആ വീടുകളിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുവാണ് സിന്ദൂരം. സുമംഗലികൾ എപ്പോഴും സിന്ദൂരം അണിയുവാൻ ശ്രദ്ധിക്കുക. നിത്യവും ഇപ്രകാരം സിന്ദൂരം അണിയുന്നത് സർവ്വ ഐശ്വര്യപ്രദായകമാണെന്ന് പ്രത്യേകം ഓർക്കണം.